നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 സെപ്റ്റംബർ 29, 30 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 29 വെളുപ്പിന് 3:54 AM മുതൽ ഒക്ടോബർ 1 ഉച്ചയ്ക്ക് 2:27 PM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. ദക്ഷിണ കൊടുത്തില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, എങ്കിലും 1-2% ഫലപ്രാപ്തി കുറയും. അത് ഞങ്ങൾ ദക്ഷിണ പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല, പകരം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യം നമുക്ക് മേടം രാശി, അശ്വതി ഭരണി കാർത്തിക ആദ്യ പാദം. മേടം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ചന്ദ്രൻ ഡയറക്റ്റായിട്ട് അനുകൂലമല്ല. ഭാഗ്യസ്ഥാനത്താണ്, എന്നാൽ തന്നെയും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് തരുന്നത്. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് പറയുന്നത് സർപ്പം, ശുക്രൻ, സൂര്യൻ ഇത് മൂന്നും അനുകൂലമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് പൂർവിക സ്വത്ത് ലഭിക്കുകയോ അല്ലെങ്കിൽ നേരത്തെ കിട്ടിയ പൂർവിക സ്വത്തിൽ നിന്ന് ആദായം ലഭിക്കുകയോ ചെയ്യാം. കൃഷി, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇവിടെ ഈ കന്നിമാസം മുഴുവൻ സൂര്യൻ അനുകൂലമാണ് മേടൻ രാശിക്ക്. എന്ന് പറയുമ്പോൾ തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം, പിന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉയർച്ച ഉണ്ടാകും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യത, അതായത് സർപ്പം അഥവാ രാഹു 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ്. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഇവർക്ക് ചൊവ്വയും ശനിയും പ്രതികൂലങ്ങളാണ്. ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ഇവർ ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇനി ഇടവൻ രാശി, കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിര ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണാധിക്യം തന്നെയാണ്. ഇവർക്ക് അഷ്ടമത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അതൊരു പ്രതികൂലമായിട്ടുള്ള ഭാവമാണ്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ശിവക്ഷേത്രത്തിൽ സ്ഥിരം ദർശനം നടത്തി കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ദോഷങ്ങളെല്ലാം ഒഴിയും. ഇവർക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് ചന്ദ്രനെ ഒഴിച്ച് ബാക്കി എല്ലാ ഗ്രഹങ്ങളും ഒന്നുകിൽ അനുകൂലമോ അല്ലെങ്കിൽ ഗുണദോഷ സമ്മിശ്രമാണ്. അപ്പോൾ പൊതുവെ ഇവർക്ക് 4 ഗ്രഹങ്ങളാണ് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ളത്. എങ്കിലും ഞങ്ങൾ പറയുന്നു ഇവർക്ക് ഗുണാധിക്യമാണ്. ഏർപ്പെടുന്ന ഏത് കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കും. സാങ്കേതിക മികവ് കൊണ്ട് ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. സർവ്വവിധ സൗഭാഗ്യം, ഭൗതിക സുഖങ്ങൾ, കലാസാഹിത്യ രംഗത്ത് ഉയർച്ച, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ബന്ധങ്ങൾ ഊഷ്മളമാവും. അതുപോലെ തന്നെ കൃഷി, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉയർച്ചയുണ്ടാവും. നിയമപ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങൾ, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ്. ഇനി മിഥുനം രാശി, മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർത ആദ്യ 3 പാദം. മിഥുനം രാശിക്കും ഗുണാധിക്യമാണ് കാണുന്നത്. ഇവർക്ക് പ്രതികൂലങ്ങളായിട്ടുള്ള ഗ്രഹങ്ങൾ കുറഞ്ഞു വരികയാണ്. പക്ഷേ ശനിയും വ്യാഴവുമാണ് ഇവർക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ഇവർ ശനിക്ക്, ശിവന്, അയ്യപ്പന് വഴിപാടുകൾ നടത്തുക. ഇവർക്കും ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. പൊതുവെ മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി കർക്കിടകം രാശി, പുണർദം അവസാന പാദം, പൂയം, ആയില്യം. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് തന്നെ തുടരുന്നു. ഇവർക്ക് ചൊവ്വ പ്രതികൂലമാണ്. ചൊവ്വാഴ്ച
മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ആഴ്ചയിൽ 7 ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അവർക്ക് കന്നിമാസം മുഴുവൻ തൊഴിൽ ഭാഗ്യം, പിതൃഗുണം, സന്താന നേട്ടം ഇവ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്ത് ഉയർച്ചയുണ്ടാവും. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ചിങ്ങം രാശി, മകം, പൂര, ഉത്രം, ആദ്യപാദം. ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ചന്ദ്രൻ ഇവിടെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരുന്നു. കേതു, സർപ്പം, ശനി ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ഇവരുടെയും ഈ പ്രതികൂലമായിട്ടുള്ള ഗ്രഹങ്ങളെല്ലാം അതിൻ്റെ എണ്ണം കുറഞ്ഞു വരികയാണ്. ഇവർ ശിവക്ഷേത്രത്തിൽ, അതുപോലെ തന്നെ ശനിക്ക്, അയ്യപ്പന് ശനിയാഴ്ച വ്രതമെടുത്ത് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് അഷ്ടമ ശനിയാണ്. ശാരീരിക മാനസിക അസ്വസ്ഥതകളുണ്ടാവാം. സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക. ഇവർക്ക് ഭൗതിക സുഖങ്ങളുണ്ടാവും. അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരം ഉണ്ടാവും. കൃഷി, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉയർച്ചയുണ്ടാവും. നിയമ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങൾ, പൊതുരംഗത്ത് ഉയർച്ചയുണ്ടാവും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. പൊതുവെ ചിങ്ങൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി കന്നിരാശി, ഉത്രം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. സൂര്യൻ, ബുധൻ, ശനി ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശനിക്ക്, ശിവന്, അയ്യപ്പന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരം ഉണ്ടാവും. കലാസാഹിത്യ രംഗത്ത് ഉയർച്ചയുണ്ടാവും. ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട്. ഇനി തുലാം രാശി, ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖ ആദ്യ 3 പാദം. തുലാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇവർക്ക് ചന്ദ്രൻ അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ ഇപ്പോൾ 6 ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമാണ്. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരം ഉണ്ടാവും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. സർവകാര്യ വിജയം, അതായത് ഏർപ്പെടുന്ന ഏത് കാര്യത്തിനൊരു വിജയസാധ്യത ഇവർക്ക് നിലനിൽക്കും. സാങ്കേതിക മികവുകൊണ്ട് നേട്ടങ്ങളുണ്ടാവും. സർവവിധ സൗഭാഗ്യം, ഭൗതിക സുഖങ്ങൾ, ബന്ധങ്ങൾ ഊഷ്മളമാവും. ഇവർക്ക് ചൊവ്വ ജന്മത്തിൽ സൂര്യനും ബുധനും 12ാം ഭാവത്തിൽ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകളുണ്ടാവാം. ചെറിയ ജലദോഷവും ചെറിയ ചുമയൊക്കെ വന്നെന്ന് വരും. ഒരു ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. തുലാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി വൃശ്ചികം രാശി, വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് സൂര്യനും ബുധനുമാണ് നിൽക്കുന്നത്. അപ്പോൾ തൊഴിൽ ഭാഗ്യം, സന്താന നേട്ടം, പിതൃഗുണം ഇവ അനുഭവത്തിൽ വരും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരം ഉണ്ടാവും. ഇവർക്ക് വ്യാഴവും ചൊവ്വയും പ്രതികൂലമാണ്. വ്യാഴം അഷ്ടമത്തിൽ, വ്യാഴാഴ്ച വരെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. 12ാം ഭാവത്തിൽ ചൊവ്വ. അപ്പോൾ വാഹനമൊക്കെ ഓടിക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കണം. പിന്നെ ചൊവ്വാഴ്ച ഇവർ മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. പൊതുവെ
വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ധനുരാശി, മൂലം പൂരാട ഉത്രാട ആദ്യ പാദം. ധനുരാശിക്ക് ഇടിവെട്ട് സൗഭാഗ്യമാണ്. കുറേ നാളായിട്ട് ഇവർക്ക് ഇടി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഫലത്തിൽ വരണമെങ്കിൽ നമ്മൾ ഈശ്വരനായിട്ട് ചേർന്ന് നിന്നേ ഒക്കത്തുള്ളൂ. ഞാൻ ഈ ഇടിവെട്ട് സൗഭാഗ്യം എന്നൊക്കെ പറയുമ്പോൾ ചിലർ നമ്മളെ കളിയാക്കുന്നുണ്ട്. അപ്പോൾ സംഭവമൊന്നുമില്ല. ബ്രഹ്മമുഹൂർത്തത്തിൽ, ഇപ്പോൾ ഇന്നത്തെ ഈ ദിവസങ്ങളിലെ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുമ്പോൾ രാവിലെ 4:42 AM മുതൽ 5:30 AM വരെയാണ്. 29-30 തീയതികൾ. ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് വല്ലപ്പോഴും സൗകര്യമുള്ളപ്പോൾ ഒക്കെ അമ്പലത്തിലും പോയി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് വന്ന് ചെയ്യുക. ഈ പറഞ്ഞ ഇടിവെട്ട് സൗഭാഗ്യമൊന്നും കിട്ടത്തില്ല. ജാതകത്തിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമ്മൾ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നേ ഒക്കത്തുള്ളൂ. അതെങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം, എങ്ങനെയൊക്കെ ഈ ഇതൊക്കെ നേട്ടങ്ങൾ, നമ്മുടെ ജാതകത്തിൽ പറഞ്ഞേക്കുന്ന സൗഭാഗ്യങ്ങൾ നമുക്ക് അനുഭവത്തിൽ വരണം എന്നുള്ള ഒക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ പറയുന്നതൊക്കെ ഞങ്ങളുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ ഈ ഗുണഫലങ്ങൾ അനുഭവത്തിൽ എങ്ങനെ വരുത്തണം എന്നുള്ളത്, എങ്ങനെ പ്രാർത്ഥിക്കണം, ശാസ്ത്രീയമായി എങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ അതൊക്കെ പാലിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇവിടെ ധനുരാശിക്ക് 8 ഗ്രഹങ്ങൾ അനുകൂലമാണ്, ശനി മാത്രമാണ് പ്രതികൂലം. അപ്പോൾ അവർ ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് എല്ലാവിധ നേട്ടങ്ങളും ഉണ്ടാവും ഈ ദിവസങ്ങളിൽ. അതായത് കൃഷി, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടം ഉണ്ടാവും. നിയമകാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള നടപടികളുണ്ടാവും. കാരണം ചൊവ്വ ഇവിടെ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുകയാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച ഉണ്ടാവും. കർമ്മഭാവത്തിൽ 10ാം ഭാവത്തിൽ അനുകൂലമായിട്ട് സൂര്യനും ബുധനും നിൽക്കുകയാണ്. പിതൃഗുണം, സന്താന നേട്ടം, അതുപോലെ തന്നെ തൊഴിൽ ലാഭം ഉണ്ടാവും. പിന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവ് ഉണ്ടാവും. അതുപോലെ തന്നെ ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യത വളരെ കൂടുതലാണ്. ബമ്പർ ഇവർക്ക് അടിക്കുമെന്നാണ് ഞാൻ വെച്ച് കാച്ചിയേക്കുന്നത്. എന്തായാലും അത്, പക്ഷേ അതൊക്കെ നടക്കണമെങ്കിൽ നമ്മൾ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നെങ്കിൽ കാര്യം നടക്കത്തുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ആൾക്കാരാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന അവിടെ ശരിക്ക് ചെല്ലേണ്ട സ്ഥലത്ത് ചെന്നില്ലെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഗുണങ്ങളെല്ലാം കിട്ടണമെങ്കിൽ ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കണം. ഭൗതിക സുഖങ്ങൾ ഇവർക്ക്, അതുപോലെ തന്നെ സർവ്വവിധ സൗഭാഗ്യം, അതുപോലെ തന്നെ തീർത്ഥയാത്രകൾക്ക് സാധ്യത. പൊതുവെ ഇവർക്ക് എല്ലാവിധ സർവ്വ സൗഭാഗ്യങ്ങളും കിട്ടുന്ന ദിവസങ്ങളാണ്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ ചെയ്തു തീർക്കാൻ ശ്രമിക്കാം. ഓക്കെ. ഇനി മകരം രാശി, ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് ചന്ദ്രനും വ്യാഴവും ശിഖിയും പ്രതികൂലങ്ങളാണ്. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക എല്ലാ ദിവസവും. വെള്ളിയാഴ്ച ഗണപതി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ചാമുണ്ഡി ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിലും ഇവർക്ക് വിജയസാധ്യത നിലനിൽക്കും. അതുപോലെ തന്നെ ശനി ഇവിടെ അനുകൂലമായതുകൊണ്ട് ഇവർക്ക് സാങ്കേതിക രംഗങ്ങളിലും സാങ്കേതിക രംഗങ്ങളിൽ ഇവർക്ക് സാധ്യത കൂടുതലാണ്. നേട്ടങ്ങൾ കൂടുതലുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. അതുപോലെ തന്നെ കൃഷി, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉയർച്ച ഉണ്ടാവും. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച ഉണ്ടാവും. അതുപോലെ തന്നെ നിയമപ്രശ്നങ്ങളിൽ അനുകൂലമായിട്ടുള്ള മാറ്റം പ്രതീക്ഷിക്കാം. ഇനി കുംഭം രാശി, അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യം 3 പാദം. കുംഭം രാശിക്ക്
ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ഇവർക്ക് 3 പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. പാപഗ്രഹങ്ങൾ. സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ആഴ്ചയിൽ 7 ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ഇവർക്ക് പ്രണയ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവുണ്ടാവും. അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾ പ്രതീക്ഷിക്കാം. ബൗദ്ധിക മേഖലയിൽ ഉയർച്ചയുണ്ടാവും. ഇനി മീനം രാശി. മീനം രാശി എന്ന് പറയുമ്പോൾ പൂരിട്ടാതി അവസാന പാദം, ഉത്തിട്ടാതി, രേവതി. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പ്രതീക്ഷിക്കാം. ചന്ദ്രൻ ഇവിടെ അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. ശിഖിയും അനുകൂലമാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷനിലൊക്കെ നേട്ടമുണ്ടാവും. എങ്കിലും ഇവർക്ക് 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലങ്ങളാണ്. 7ാം ഭാവത്തിൽ സൂര്യനും ബുധനും നിൽക്കുന്നു. അപ്പോൾ അത്ര സുഖകരമായിട്ടുള്ള കാര്യമില്ല. അതുമാത്രമല്ല, ജന്മത്ത് ശനിയുമുണ്ട്. ഇവയെല്ലാം പരസ്പരം ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. പ്രത്യേകിച്ച് ജീവിത പങ്കാളിക്ക് അസ്വസ്ഥതകളോ അതല്ലെങ്കിൽ ജീവിത പങ്കാളിയായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശനിയാഴ്ച ഇവർ ആഴ്ചയിൽ 7 ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക. ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും വഴിപാടുകൾ നടത്തുക. പൊതുവെ മീനൻ രാശിക്ക് അത്ര ഗുണമുള്ള ദിവസങ്ങളല്ല. ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 29-30 തീയതികളിൽ രാവിലെ 4:42 AM മുതൽ 5:30 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം. 29-30 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തം 29-ാം തീയതി ഉച്ചയ്ക്ക് 11:53 AM മുതൽ ഉച്ചയ്ക്ക് 12:40 PM വരെയാണ് 29-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. 30-ാം തീയതി ചെറിയ മാറ്റമുണ്ട്. 11:52 AM മുതൽ 12:40 PM വരെയാണ് 30-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക. ഇനി രാഹുകാലം നോക്കാം. 29-ാം തീയതി രാവിലെ 7:48 AM മുതൽ 9:18 AM വരെയാണ് 29-ാം തീയതി രാഹുകാലം. 30-ാം തീയതി 3:15 PM മുതൽ 4:44 PM വരെയാണ് 30-ാം തീയതി രാഹുകാലം. രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, യാത്രകൾ ഒഴിവാക്കുക. ഇനി ഭാഗ്യ നമ്പറുകൾ 29/9/2025 2 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 9, 1, 8, 5, 0 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 30/9/2025 3 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 9, 8, 2, 0, 5 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം. ഇത് ഈ നവരാത്രിയായിട്ട് ബന്ധപ്പെട്ട് സ്പെഷ്യലായിട്ടുള്ള കളറൊക്കെ ഉണ്ട്. അത് ഞാനിവിടെ സൂചിപ്പിക്കുന്നില്ല. പൊതുവിലുള്ള ഈ 365 ദിവസവും നമ്മൾ പാലിച്ചു പോകേണ്ട നിറങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 29-ാം തീയതി തിങ്കളാഴ്ച നീല അല്ലെങ്കിൽ വെള്ള, 30-ാം തീയതി ചൊവ്വാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത അനുഗ്രഹങ്ങൾ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ശുഭദിനം.